ദാ വരണ മോയ്. ഞാൻ ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്ത്. ഇന്ന് ചേച്ചിയുടെ കടയിൽ നിർത്താൻ പറ്റിയില്ല. പിന്നെ കുറേ നേരമൊക്കെ തറയിലിരിക്കും. ഭയങ്കര കൊതുകൊണ്ട്. ചെരുപ്പൊക്കെ തിരിച്ച് മറച്ചുവാൻ ഇട്ടേക്കണം. പുതിയ ചെരുപ്പാണ്. കണ്ട, ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്ത്. കാരണം മക്കളിത് കുടിച്ച് തീർക്കല്ലേ. മിഠായി കിട്ടിയാ കുടിച്ച് തീർക്കല്ലേ പൊന്നാ. കാരണം എന്തെന്നറിയാമോ, ഇനി വേറെ ഒന്നുമില്ല കുടിക്കാൻ. നമ്മളിനി കുമാറിൻ്റെ മക്കൾ പോയി. ഇപ്പം ഞങ്ങൾ പാലെടുക്കണ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പാലെടുക്കണത് അതവിടെ എൻ്റെ കൂടെ നടന്നാൽ എനിക്കിന്ന് സമയം കിട്ടൂല പാലെടുക്കാൻ. എൻ്റെ കൂടെ നടക്കും ഇനിയിപ്പോൾ. പിന്നെ ബാഡ് കമൻറ്റ് പറയണവരടുത്ത് ബാഡ് കമൻറ്റ് പറയണവരടുത്ത് ഒരു കാര്യം വേണം. അവന് പാലെടുക്കാൻ ഇഷ്ടമാണ്. അതിപ്പോൾ എടുക്കും. ഇതൊന്നും അവന് എത്തൂല കേട്ടോ. ബാഡ് കമൻറ്റ് പറയണവരടുത്തൊരു കാര്യമുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്തുവേണോ പറഞ്ഞു. എൻ്റെ ജീവിതം നശിച്ചതിൻ്റെ ഇതാവൂലല്ല. ഒഴുക്കി. എൻ്റെ മോനും പാലെടുക്കുമോ വലുതാകുമ്പോൾ? എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ അടുപ്പിക്കൂല. ഇൻഷാല്ലാ എൻ്റെ മക്കളെയൊക്കെ ഒരു നല്ല പഠിപ്പിക്കണം. ഇടത്തും വലത്തൊക്കെ ചെരുപ്പ് തിരിച്ചിട്ടേക്കണോണ്ട് വേരിൻ്റെ ഇടയിൽ കാലാവും. എനിക്ക് എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട്. മക്കളെ ഉടുപ്പിൽ വെച്ച് തേക്കല്ലേ. പിന്നെ എന്താണ്, നിങ്ങൾക്കൊക്കെ സുഖം തന്നെ. നമുക്ക് 2 ഗിഫ്റ്റ് വരുന്നുണ്ട്. കുട്ടികൾക്ക് ഡ്രസ്സ്, പിന്നെ എനിക്ക് ഡ്രസ്സ്, മക്കൾക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാണ്. നമുക്ക് വരുമാനമൊന്നും ആയില്ല കേട്ടാ. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? ഞാൻ മിക്കാറും 26, 30 ഞാൻ ഇൻഷാല്ലാ താമസമാവും. ബാക്കി പൈസയൊക്കെ പാലിയാച്ചി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. നമുക്ക് ഈ കുനിഞ്ഞും താഴെ എടുക്കണം മക്കളെ. നമുക്ക് കുനിഞ്ഞും നൂന്നും ഉള്ള പണിയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷെ കുനിഞ്ഞും നൂന്നും ഉള്ള പണി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയാകുമ്പോൾ മുതുവങ്ങോട്ട് വേദന തുടങ്ങും. പിന്നെ അൽഹംദുലില്ലാ നമ്മൾ ഇവിടം വരെ എത്തിയല്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മക്കളുണ്ടെന്നൊരു സന്തോഷം. ഇനി വൈകിട്ട് മദ്രസയിൽ വിടണം. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ചിട്ട് കിട്ടാത്തവരടുത്തൊക്കെ പറയണേ, ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ ജോലി കാര്യം വരുമ്പം ചിലപ്പോൾ വേറെ ആരെങ്കിലും കോളിലായിരിക്കും. ഗൂഗിൾ പേയിലൊക്കെ ആരൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ നമ്പർ മുൻ വീഡിയോസിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് വിളിക്കാം. പിന്നെ ശ്വാസം വിടാൻ വയ്യ. കുഴിയിൽ നിന്ന് കണ്ട കുഴിയില്ല, ആ കുഴിയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറുന്നത്. ആ കുഴിയിൽ നിന്ന് കുന്നിലോട്ട്. അപ്പോൾ ഈ പാലെടുത്ത് ഇത് ഒഴിച്ച് വെക്കണം. ഞാനല്ല ഷീറ്റ് അടിക്കുന്നത്, വേറെ വെട്ടുന്ന ആളാണ് ഷീറ്റ് അടിക്കുന്നത്. പിന്നെ അവൻ നാളെയും പാലെടുക്കാൻ വരാമെന്ന്. പിന്നെ മസ്റൂറാക്കുന്ന മലയാളം പരീക്ഷയാണ്. മുത്തുമോനിക്ക് EVS ആണ്. മോൻ പാലെടുക്കുന്നുണ്ടാ? എൻ്റെ കൂടെ എല്ലാത്തിലും സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ മക്കൾ കൂടെ നിൽക്കും. ഇന്ന് ചോറൊന്നും വെച്ചില്ല. വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടെ. മഴക്കോളുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി. പിന്നെന്താണ് ഏലേ? അത് കുഴപ്പമില്ല. ഉമ്മി പാലുറക്കാൻ നേരെ എടുക്കാം. പിന്നെ എടുക്കത്തില്ല, അവനെ കൊണ്ട് എടുക്കത്തില്ല, അതാണ്. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളെ ജോലി ഉണ്ടോ? ജോലി ഒക്കെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കാണിച്ചു തരണേൽ. പിന്നെ കാലും കൈയും മൊത്തം റബ്ബറും പാലാവും, അതേ ഉള്ളൂ. പിന്നെ വാപ്പായും ഉമ്മയൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി. വീടിന് കറണ്ട് കിട്ടി കേട്ടാ. അൽഹംദുലില്ലാ കറണ്ട് കിട്ടി. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിലാണ് കറണ്ട് കിട്ടിയത്. അതിന് ഞാൻ അൽഹംദുലില്ലാ പറയുന്നുണ്ട്. മിസലിമോൻ്റെ ഡ്രസ്സ് മൊത്തം ഇപ്പോൾ ഡ്രസ്സൊന്നുമില്ല, എല്ലാം കറ ഒറ്റിച്ചേവൻ. ഇരുന്ന് നിരങ്ങും തോട്ടത്തിൽ. കുന്ന് കണ്ട അങ്ങ് മേലോട്ടാണ് കണ്ട. പെട്ടെന്ന് പൊന്നാ. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ല. കുറച്ച് സമയം, ഒരു 10 മിനിറ്റത്തെ വീഡിയോ. കാരണം കാണുന്ന നിങ്ങൾക്കും ബോറടിക്കരുതല്ലോ. അവിടെയൊക്കെ കുഴിയാണ്, ഭയങ്കര പന്നി ശല്യമാണ് ഇവിടെ. അത് ഉമ്മി എടുത്തു പൊന്നാ.
അതവിടെ നേരെ കാരണം അതിനകത്ത് പാല് വീണുകൊണ്ടിരിക്കുന്നു. നാളെ ഒട്ടുപാലാവും. ഇത് ഒട്ടുപാലാവും. ഒട്ടുപാലിന് ഷീറ്റിൻ്റെ അത്ര വിലയില്ല. പിന്നെ കുറച്ച് പാലെടുത്ത് മക്കളെ അത് എടുക്കണ്ടടാ പൊന്ന. യമനുള്ളത് കൊണ്ട് എനിക്കിന്ന് ജോലി നടക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ മിഠായിയൊക്കെ കഴിച്ച് ഞാൻ വേറെ പാലെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഇതെടുത്ത് ഞാൻ തൂക്കി മേലുകൊണ്ട് വെക്കും. പിന്നെ നിങ്ങൾക്ക് മുട്ടായി കൊണ്ട് തരാമെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിനി മേല് കൊണ്ട് വെച്ചിട്ട് വീണ്ടും താഴെ ഇറങ്ങി വരണം. ഈ വെയിറ്റ് നല്ല പാലുള്ള മരമാണ് ഇവിടെ. ഇന്നൊരു വിള വെട്ടിയില്ല, അതുകൊണ്ട് സമാധാനമുണ്ട്. ചൂട്, മഫ്തയും ചുരിദാറും എല്ലാം കൂടെ വരുമ്പോൾ, ഷോളും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ചൂട്. ഇനി ഈ പാല് മേല് കൊണ്ട് വെച്ചിട്ട് വീണ്ടും എടുക്കാൻ വരും താഴെ. അല്ലാ, ഈ മാസം ഫെബ്രുവരിയോടുകൂടി ചിലപ്പം പാലെടുപ്പ് മാറും, പാലെടുപ്പ് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ സീസണേ ഇനി അടുത്തണ്ട ഇലയൊക്കെ കൊഴിഞ്ഞ് ഏകദേശം തീരാറായി. പിന്നെ എന്താണ് ജോലി സമയത്തൊരു വിശേഷം, രാവിലെ ഒരു വീഡിയോ ഇടുന്നു, വൈകിട്ട് വീഡിയോ. എങ്ങനെയെങ്കിലും ഈ ഡോളർ കയറി ഒരു വരുമാനം കിട്ടിയെങ്കിൽ അല്ലറ ചില്ലറ കടബാധ്യതകളുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റാമായിരുന്നു. കാരണം നമ്മൾ മനുഷ്യനാണ്, മരണം കൂടെയുണ്ട്. കുട്ടികളെ മണ്ടയിൽ ഒരു പ്രാരാബ്ദം ആവരുത്. പൊടി പൈതങ്ങളല്ലേ. അല്ല പൊന്നെ എടുക്കണ്ടടാ കുട്ടപ്പാ. പിന്നെ മറ്റ് അവർക്ക് ഭക്ഷണത്തിനുള്ളത് ഇനി ആരും അയക്കരുതേ. കാരണം ഞാനത് പിന്നെ വീഡിയോ ഇടാം. കാരണം അത് ഇനിയിപ്പോൾ പൈസ വന്നാലും എനിക്ക് റബ്ബിൻ്റെ മുമ്പ് കണക്കും. ഇപ്പം തന്നെ എക്സ്ട്രാ ഒരു 300 രൂപ എൻ്റെ കയ്യിൽ നിൽപ്പുണ്ട് അവർക്ക്. അതിൻ്റെ ഇടയിൽ ഇനി എപ്പോഴെങ്കിലും ഡ്രസ്സ് മേടിച്ചുകൊണ്ട് കൊടുക്കണേ അവർക്ക്. അപ്പോഴും ഞാൻ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് കൊടുക്കണം വീട്ടിൽ ഇടാൻ. മക്കൾ സൂക്ഷിക്കൂല. ഓരോരുത്തരും ഒരേ ക്യാരക്ടറല്ലേ. നമ്മൾ ഭക്ഷണമല്ലേ ആവശ്യം, വസ്ത്രവും മക്കൾക്ക് എടുത്തുകൊണ്ട് കൊടുക്കണം. പിന്നെ ഇവനെ മെയിനായിട്ട് അംഗൻവാടിയിലാക്കണം എനിക്ക്. പഠിക്കാൻ പോവാടാ പൊന്ന? നല്ല കണക്ക് പഠിക്കോ? പാലെടുക്കണ പഠിക്കോ? പിന്നെ അംഗൻവാടിയിലേക്ക് പഠിക്കും. എന്തേരൊക്കെ 1 2 3 എണ്ണി കൊടുത്താണ് എല്ലാവർക്കും. 2 കഴിഞ്ഞ് 7 3 5 ഇല്ലേടാ? 6 7 9 10. ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് ആരടാ? അല്ലാ വീണ് കുഴപ്പമില്ല. കരയല്ലേ? ഇനിയിപ്പോൾ എത്ര വീണാണ് വളർന്നതെന്നറിയാമോ? അതുകൊണ്ട് കയ്യും കാലൊക്കെ എപ്പോഴും നല്ല അടയാളമാണ്. മിസാള് അത് നമുക്ക് സുസ്നാമി അന്ന്. ഓ റബ്ബർ പാലുണ്ട്. ഓ സ്വാമി തന്നപ്പോൾ റബ്ബർ പാലില്ലായിരുന്നു. ഉമ്മി പാലെടുക്കാൻ ഇറങ്ങിയപ്പോൾ റബ്ബർ പാലുണ്ട്. ഈ ഭാഗമൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ടോപ്പ് ഭാഗം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളെ കമൻറ്റുകളൊക്കെ ബാഡൊക്കെ അയക്കുകയും കുഴപ്പമില്ല. എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആരെ ജീവിതമല്ല പറയണം, എൻ്റെ ജീവിതമെന്ന് പറയണം. ഇനി ആരുമായിട്ടെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എനിക്കതൊന്നും പറയാൻ പറ്റൂല. പിന്നെ മക്കളും ഞാനും ഒത്തൊരു ലൈഫ്, അതിനൊക്കെ വേണം ഒരു അൽഹംദുലില്ലാ. ഒരുപാട് പേര് ഒരേ കാര്യം പറഞ്ഞിട്ട് മക്കളില്ലാത്തവരുണ്ട്. മക്കളൊന്നും ചെയ്യലേ, ടേബിളിൽ മണ്ടേ കയറ്റുമ്പോൾ സൂക്ഷിക്കണേ. അല്ലാ, എനിക്ക് ആരുമില്ലാതിരുന്ന എനിക്ക് ഉമ്മ വാപ്പ സഹോദരങ്ങളുണ്ട്. ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് നിങ്ങളൊക്കെ എനിക്കൊരു കൈത്താങ്ങായി. അതിന് ഞാൻ എപ്പോഴും റബ്ബിനോട് സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ കൂട്ടുകാരൻ. നിനക്ക് എപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അതുകൊണ്ട് നീ ഇന്ന് രക്ഷപ്പെട്ട്. ഈ കുരുന്നുകളെയൊക്കെ പച്ച പിടിപ്പിച്ച് ആരെയൊന്നും കട്ടുമോട്ടിച്ചുള്ള പൈസ അല്ല. അന്നും ഇന്നേ ഞാൻ അധ്വാനിക്കുക തന്നെ, ഇറങ്ങി തന്നെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ വീടിൻ്റെ പാലിയാച്ചൊക്കെ ആകുമ്പോൾ നിങ്ങളെ കാണിക്കണുണ്ട്. ഫുൾ പണി നമ്മൾ പൂർത്തിയാക്കുന്നില്ല, ഒരു അകം പണി. കാരണം മോളെ ഈ മൂക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സിമൻറ്റും പൊടിയും നമുക്കിവിടെ താബൂക്ക് കെട്ടയാണ്. താബൂക്ക് കെട്ടെന്ന് പറഞ്ഞാൽ സിമൻറ്റ് കെട്ട. അതെൻ്റെ മുൻ വീഡിയോസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പാലൊഴിക്കുന്നുണ്ട്.
വലുതാകുമ്പോൾ പഠിച്ച് ജോലി മേടിക്കണം കേട്ടാ. ഇൻഷാ അല്ലാ പറ. അപ്പോഴ് എല്ലാവർക്കും സലാം പറഞ്ഞു കൊടുക്കളെ. മരം വെട്ടാൻ പോവോ? സലാം പറഞ്ഞോട് എല്ലാവർക്കും. നമ്മളെ വീഡിയോസ് കാണണേന്ന് പറ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.